നമസ്കാരം. അതായത് ഇന്നലെ നമ്മുടെ പ്രൊമോയിൽ കണ്ട ഈ പറഞ്ഞ സിബിനും ഈ പറഞ്ഞ നമ്മുടെ ജാസ്മിനുമായിട്ടുള്ള ഫൈറ്റ് ഇപ്പം പിന്നീട് നമ്മുടെ ലൈവിൽ കഴിഞ്ഞതേ ഉള്ളൂ. അതിന്റെ കാരണം ഇതാണ്, മറ്റൊന്നുമല്ല. അവിടെ ക്യാപ്റ്റൻസിയുടെ നോമിനേഷൻ നടക്കുകയായിരുന്നു. അവിടെ 3 പേരെ ക്യാപ്റ്റൻസിക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തു. അതിൽ നന്ദന, ശ്രീതു, ഈ പറഞ്ഞ ജിൻഡോ, ഈ 3 പേരെയാണ് നോമിനേഷൻ എല്ലാവരും കൂടി ചേർന്ന് വോട്ടിട്ട് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് പറഞ്ഞ ശ്രീതുവിനാണ്, 12 വോട്ട്. എന്തിനാണ് അവളൊക്കെ ഇങ്ങനെ വോട്ടിട്ടെന്ന് എനിക്കറിയത്തില്ല. അതിനെക്കുറിച്ചൊക്കെ പിന്നെ സംസാരിക്കാം. അപ്പം ഇതിന് ശേഷം ജാൻമണി എന്ന് പറയുന്നു, എനിക്കൊരു കാര്യം പറയാനുണ്ട്, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജാൻമണി വരുന്നു. ജാൻമണി വന്നിട്ട് പറയുന്നു, ജാൻമണിയുടെ കമ്മ്യൂണിറ്റിയെ കുറിച്ച് ആരും ഇവിടെ എന്തോ പറഞ്ഞിട്ടുണ്ട്, ആളുടെ പേര് പറയുന്നില്ല, അത് ഇനി ആവർത്തിക്കരുത്, അത് എന്നെ മാത്രമല്ല ഈ കമ്മ്യൂണിറ്റിയെ മൊത്തം ബാധിക്കുന്ന ഒരു കാര്യമാണ്, ആവർത്തിക്കരുത് എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ അവിടെ നോറ കയറി ഏറ്റുപിടിക്കുന്നു. അത് ആരാണെന്ന് പറഞ്ഞപ്പോൾ എന്നെ മാത്രമാണ്, എന്നെ തന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ് നോറ അവിടെ കിടന്ന് ചാടുന്നുണ്ട്. അതിന്റെ കൂടെ ജാസ്മിൻ പറഞ്ഞിട്ട് എന്നെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ള രീതിയിൽ ജാസ്മിനും കിടന്ന് ചാടുന്നുണ്ട്. അപ്പോൾ വീണ്ടും വന്നിട്ട് പിന്നീട് പറയുന്ന നമ്മുടെ ജാൻമണി വന്ന് പറയുന്നുണ്ട്, എനിക്ക് ആരുടെയും പേര് എടുത്ത് പറയണമെന്നില്ല, എന്തായാലും നോറയല്ല, നോറ എത്രയും പ്രശ്നം ഉണ്ടാക്കിയുണ്ട്, നോറയല്ല, പക്ഷെ പറഞ്ഞതൊക്കെ ആളെ മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കുക, ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, നമുക്ക് നോക്കാം ആരാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നതിന് ശേഷം അങ്ങോട്ട് വാക്കത്തിറക്കമാകുമ്പോൾ ഇവരെല്ലാവരും പിരിഞ്ഞു പോകുന്നു. അതിനുശേഷം ബിഗ് ബോസ് വിളിച്ച് പറയും, നിങ്ങളെല്ലാവരും കൂടി ലിവിംഗ് ഏരിയയിൽ വന്നിരിക്കുക എന്നിട്ട് പറയുന്നുണ്ട്, ഇതുപോലെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഡിസ്കസ് ചെയ്ത്, ഇതിന് മുമ്പ് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഡിസ്കസ് ചെയ്ത് ഈ ചർച്ച ഇനി ഇവിടെ വേണ്ട എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ഈ പറഞ്ഞ ജാസ്മിനും യവനുമായിട്ടുള്ള, അതായത് സിബിനുമായിട്ട് അങ്ങോട്ട് ഈ പേരും പറഞ്ഞ് അങ്ങോട്ട് ഇങ്ങോട്ട് ചർച്ച തർക്കം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ പറഞ്ഞ സിബിൻ നടുവേൽ പൊക്കി കാണിക്കുന്നു. അതാണ് സംഭവം. നടുവരൽ പൊക്കി കാണിക്കുകയും അങ്ങനെ ഒരു ഗസ്റ്റർ അങ്ങനെ കാണിക്കുന്നു. അതിനോട് ചൊല്ലി ഉടനെ ഈ പറയുന്ന ജാസ്മിനെ എടുത്ത് ചാടി വന്നിട്ട് എന്തോ കാണിച്ചത് മറ്റതാണ് മറിച്ചതാണ് എന്നുള്ള രീതിയിലാണ് ഫൈറ്റ്. ഇവിടെ മറ്റൊരു കേസ് പറഞ്ഞു, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ നടുവരൽ പൊക്കി കാണിച്ചു, ഇവള് ഭയങ്കരമായിട്ട് റൈസ് ചെയ്തു. പിന്നീട് ആദ്യം അവൻ എന്താണ് ഞാൻ അവനെ കാണിച്ചിട്ടില്ല എന്ന് പറയുന്നു, പിന്നെ തൊട്ടടുത്ത നിമിഷം ഞാൻ കാണിച്ചു എന്ന് പറയും, പെട്ടെന്ന് തന്നെ സോറി പറയുകയും എനിക്ക് അങ്ങനെ ഇങ്ങനെ ഒരു വീഴ്ച വരാൻ പാടില്ലായിരുന്നു എന്നൊരു സോറി പറയുകയും ചെയ്യുന്നു. ഇവിടെ ജാസ്മിൻ അതുകൊണ്ട് ജാസ്മിൻ തൃപ്തിയല്ല. കാരണം ജാസ്മിൻ ഇതല്ല വിചാരിച്ചു. ജാസ്മിൻ വിചാരിച്ചു അവൻ എതിർക്കണം, അവനോടുകൂടി ഫൈറ്റ് ചെയ്യണം, ഒരുപാട് നേരം ഇതിനെക്കുറിച്ച് ഒരു ആർഗ്യൂ നടക്കണം, ഇതൊക്കെയാണ് ജാസ്മിൻ വിചാരിച്ചത്. പക്ഷെ ഇവിടെ ജാസ്മിന്റെ കണക്കുകൂട്ടുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് സിബിൻ എന്ത് ചെയ്യുന്നു, ഉടനെ തന്നെ അത് അക്സെപ്റ്റ് ചെയ്യുകയും വന്ന് ഫ്രണ്ടിൽ വന്ന് വളരെ പൊളൈറ്റായിട്ട് വന്ന് പറയുന്നുണ്ട്, എന്താണ്, ഞാൻ ഇങ്ങനെ ഏറ്റവും മോശകരമായ ഒരു പ്രവൃത്തി ചെയ്തു, അതൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു, അതെന്റെ സ്വഭാവമാണ്, നാട്ടിലൊക്കെ ആണെങ്കിൽ ഞാൻ ചീത്ത വിളിക്കും, ഇവിടെ അല്ലെങ്കിൽ ഞാനൊരു ഗസ്റ്റർ ഇങ്ങനെ കാണിച്ചു, അത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് തന്നെ ജാസ്മിനോട് വിട്ടിരിക്കുന്ന എല്ലാവരോടും ഞാൻ മാപ്പ് പറയുന്നു എന്ന് എടുത്തു പറയുന്നു. ഇതിന്റെ ഇടയിൽ തന്നെ ജാസ്മിൻ ഇറങ്ങി പോകുന്നുണ്ട്. കാരണം ജാസ്മിന്റെ ആഗ്രഹം ഇതായിരുന്നില്ല. ജാസ്മിൻ ഇതിനെ ഒന്നും കത്തിച്ചു വിടാനും ഇവനെ കൊണ്ട് അത്ര രീതിയിൽ ഇവനെ കുറ്റം പറയാൻ എന്നൊക്കെ ജാസ്മിൻ വിചാരിച്ചു. പെട്ടെന്നുള്ളൊരു മാപ്പ് സത്യം പറഞ്ഞാൽ അവിടെയും ജാസ്മിൻ തോറ്റുപോവുകയാണ് ചെയ്യുന്നത്, മനസ്സിലായി. പെട്ടെന്ന് തന്നെ അവൻ അക്സെപ്റ്റ് ചെയ്തു. പിന്നീട് എന്ത് പറയാനാ, അതിനകത്ത് പിന്നെ പുറത്ത് പോയി ഈ പറയുന്ന ഗബ്രിയുമായിട്ട് സംസാരിക്കുമ്പോൾ മറ്റേ ഈ പറയുന്ന ടോയ്ലറ്റിന്റെ ആ സൈഡിൽ അപ്പൊ ഗബ്രിയോട് പറയുന്നുണ്ട്, അവൻ മാപ്പ് പറഞ്ഞില്ല, ഇപ്പൊ മാപ്പ് പറഞ്ഞ പോലെ മാപ്പ് പറഞ്ഞാൽ അങ്ങ് തീരുവോ, എന്നുവെച്ചാൽ ഇവൾക്ക് കുറച്ചും കൂടി ഇതിനെ കത്തിക്കണം, നടന്നില്ല. അപ്പൊ അവൾ പറഞ്ഞു ഓർഡറെ പിടിച്ച് അവനെ പിടിച്ച് ജയിലിലിടും. അപ്പം മറ്റവൻ പറഞ്ഞു, ഞാനും ഇതിനു മുമ്പ് ചീത്തകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ എനിക്കും എന്ത് ചെയ്തിട്ടുണ്ട്, എനിക്ക് അവരെന്ത് ശിക്ഷ തന്നിട്ടുണ്ട്. അപ്പം ഈ പവർട്ടിയും പറയുന്നുണ്ട് എന്തായാലും ശിക്ഷ കൊടുക്കുമെന്ന് പറയുന്നുണ്ട്, ശിക്ഷ തന്നിട്ടുണ്ട്. അപ്പം പിന്നെ ഈ പറയുന്ന ജാസ്മിൻ പറയുന്നത് അവനെ ജയിലിലിടണം എന്നുള്ള തരത്തിലാണ് ജാസ്മിൻ സംസാരിക്കുന്നത്. അതായത് ജാസ്മിന് പെട്ടെന്നുള്ള ഇവന്റെ അക്സെപ്റ്റ് ചെയ്തത് ഈ തെറ്റ് ഏറ്റു പറഞ്ഞപ്പോൾ അവിടെ സംഭവം കഴിഞ്ഞല്ലോ. ഒരാൾ തെറ്റ് ചെയ്ത് ഏറ്റു പറയാതിരിക്കുമ്പോൾ അവനെ കുറിച്ച് കൂടുതൽ പറഞ്ഞ് അതിന് വലിയൊരു വഷളാക്കി വലിയൊരു വിവാഹകരമായിട്ട് കൊണ്ടുവരാൻ പറ്റുന്നത്. ഇവിടെ അവൻ തൊട്ടടുത്ത നിമിഷം തന്നെ തെറ്റ് അക്സെപ്റ്റ് ചെയ്യും, നല്ല രീതിയിലുള്ള എല്ലാം ഹൃദയം തൊട്ടുള്ള ഒരു മാപ്പും കൂടി പറഞ്ഞപ്പോൾ ജാസ്മിൻ അവിടെ പെട്ടുപോവുകയാണ് ചെയ്തത്. ഇതായിരുന്നു ഈ സംഭവത്തിൽ നടന്ന അടി, വേറെ ഒന്നുമല്ല, ഒരു ആംഗ്യം കാണിച്ചു. പിന്നെ ചീത്തവിളിയിൽ ഇവിടെ ആരും ചീത്ത വിളിക്കുന്നത്, ഇവിടെ സീസൺ 1 തൊട്ട് നോക്കുന്ന ചീത്തവിളി ഈ പറയുന്ന അടിവിരൽ പൊക്കി കാണിക്കുന്ന സംഭവം വളരെ ഈ പറയുന്ന എന്തിനാണ് കാഷ്വലായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ജാസ്മിൻ ഇതിനൊരു വലിയ കാര്യമാക്കി പൊക്കി എടുത്തുകൊണ്ട് വരണം എന്നൊക്കെ ജാസ്മിന്റെ ആഗ്രഹത്തെ, ജാസ്മിന്റെ മോഹത്തെയാണ് ഇവിടെ തച്ചുടച്ചുകൊണ്ട് സിബിന് എടുത്ത തപ്പനെ തന്നെ എന്ത് ചെയ്തു, മാപ്പ് പറഞ്ഞ് അതിൽ നിന്ന് തലയൊഴിയത്. നമുക്ക് വീണ്ടും കാണാം. ശരി.